ഈ കാണുന്ന വലിയ മരത്തിൽ നിറയെ വവ്വാലുകളുണ്ടെന്നും അവയെ കാട്ടിത്തരാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നതാണ് നിഷ ഞങ്ങളെ. ഞങ്ങളെന്ന് പറഞ്ഞാൽ നിഷയും നിഷയുടെ അമ്മച്ചിയും, അല്ല സോറി, ഞാനും നിഷയും നിഷയുടെ അമ്മച്ചിയും. എന്നെയും നിഷയുടെ അമ്മച്ചിയുമാണ് വവ്വാലുകളെ കാട്ടിത്തരാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ, ആ ചില്ലയിലേക്ക് നോക്കൂ, ഈ ചില്ലയിലേക്ക് നോക്കൂ എന്നൊക്കെയുള്ള നിഷയുടെ ഡിറക്ഷൻസിനനുസരിച്ച് ഞാനും നിഷയുടെ അമ്മച്ചിയും അങ്ങോട്ടും ഇങ്ങോട്ടും കഠിന പ്രയത്നം ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷെ പിടലി ഉളുക്കിയതല്ലാണ്ട് ഒരു വവ്വാലിനെയും കണ്ടില്ല. അവസാനം ഈ കണ്ണും ഒന്നും കാണാത്തതിനോടൊക്കെ എന്ത് പറയാനാണ് എൻ്റെ വവ്വാലെ എന്ന് പറഞ്ഞ് നിഷദെ കുടയും വിടർത്തി തിരിച്ചു പോവുകയാണ്. പിറകെ ഞങ്ങളുമുണ്ട്. ആ പോകുന്ന വഴിക്ക് എൻ്റെ കാർക്കൂന്തലിൽ എന്തോ ഒന്ന് ഉടക്കി. തപ്പി നോക്കിയെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ഇതിൻ്റെ മുന്നിൽ ഒരു ചെറിയ തടിപ്പാലം ഉണ്ട് കേട്ടോ. നിഷയുടെ അമ്മച്ചി ആ പാലത്തിലേക്ക് കയറിയപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചതാണ് ദേ വീഴുമെന്ന്. പുള്ളിക്കാരി പേടിച്ച് താഴേക്കിറങ്ങി 2 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ പാലത്തിൽ എങ്ങനെ വീഴാതെ നടക്കാമെന്നുള്ളതിന് ഞാനൊരു കാണിച്ചു കൊടുത്തതാണ്. പാലത്തിൻ്റെ ഒത്ത നടുക്കെത്തുമ്പോൾ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചാൽ മതി. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആടി ഉലഞ്ഞ് വീഴത്തേ ഉള്ളൂ. അപ്പോൾ ദേ ഞങ്ങൾ നല്ല പൊരി വെയിലാണ്. ആ വെയിലത്തൂടെ തിരിച്ച് നടന്നു പോവുകയാണ്. ഈ പറമ്പിലൊക്കെ പണ്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് കാലമായി ഈ ഭാഗത്തേക്ക് വന്നിട്ട്. അതിനിടയ്ക്ക് ദേ നമ്മുടെ ക്യാമറ ഗേൾ ഒരു ചെറിയ ഇവിടെ ഒളിച്ചു കിടന്നിരുന്ന ഒരു ചെറിയ തോടൊക്കെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നെ ദേ ഞാൻ കുടയൊക്കെ വിടർത്തി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവർ നേരെ അവരുടെ വീട്ടിലേക്കും പോയി. അപ്പോൾ ഇനി ദേ ഈ കാണുന്നത് ഞങ്ങളുടെ വീട്ടിലെ പറമ്പാണ് കേട്ടോ. ഇവിടെ ഇപ്പം അങ്ങ് നിറച്ച് കാട് പിടിച്ച് കിടക്കുകയാണ്. പണ്ട് ഇത് ഞങ്ങളുടെ പ്ലേ ഗ്രൗണ്ടായിരുന്നു. അത്യാവശ്യം വലിയൊരു പറമ്പാണിത്. അപ്പോൾ ദേ ഈ വലിയ ആഞ്ഞിലി കണ്ടോ? ഈ ആഞ്ഞിലിയുടെ ഇടയ്ക്കൂടെ നോക്കിക്കേ, അതിൻ്റെ ശിഖരങ്ങളുടെയും ഇലകളുടെയും ഒക്കെ ഇടയ്ക്കൂടെ നോക്കിക്കേ ആകാശം. നല്ല നീലയും വെള്ളയും നിറത്തിൽ എന്ത് രസമാണ് ഇങ്ങനെ കാണാൻ. ആകാശം നേരെ നോക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ മരങ്ങളുടെ ശിഖരങ്ങളുടെയും ഇലകളുടെയും ഇടയ്ക്കൂടെ കാണുന്നതാണ്. അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. ഈ പറമ്പിൽ അങ്ങേയറ്റത്തായിട്ട് മൂലയ്ക്കായിട്ട് ഒരു വലിയ പാല നിൽപ്പുണ്ട്. ഡിസംബർ മാസങ്ങളിൽ ഈ പാലയിൽ നിന്നും ആ സമയത്ത് മഞ്ഞുള്ള സമയമാണല്ലോ. ആ സമയത്ത് മഞ്ഞും ഈ പാലപ്പൂ പൂത്തിട്ട് അതിൻ്റെ മണവും കൂടെ ചേർന്ന് ഒഴുകുന്ന ഒരു ദിവസങ്ങളായിരിക്കും. അതൊരു പ്രത്യേക ഭംഗിയാണ്, പ്രത്യേക ഇഷ്ടമാണ് അതിനോട്. ആ മഞ്ഞും പാലപ്പൂ മണമൊക്കെ കൂടെ ചേർന്ന് വരുന്നത്. പിന്നെ ഈ പാലയെപ്പറ്റി പറയുമ്പോൾ വേറൊരു കഥയും കൂടെയുണ്ട്. അതായത് എൻ്റെ ചെറുപ്പക്കാലത്ത് മീൻസ് കുട്ടിക്കാലത്ത് ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം ചെയ്യുന്നൊരു കാര്യമായിരുന്നു ഈ പാലച്ചോട്ടിൽ വന്ന് എല്ല് തപ്പുക എന്നുള്ളത്. കാരണം അന്ന് യക്ഷിക്കഥകൾ കേട്ടും വായിച്ചുമൊക്കെ മനസ്സിലെ ധാരണ എന്താണെന്ന് വെച്ചാൽ പാലയുടെ പുറത്ത് മുടിയൊക്കെ അഴിച്ചിട്ടൊരു യക്ഷി ഇരിപ്പുണ്ടെന്നും രാത്രിയാകുമ്പോൾ ആ യക്ഷി താഴെ ഇറങ്ങി നിന്ന് ആർക്കെങ്കിലും ചുണ്ണാമ്പ് വേണോ എന്ന് വിളിച്ച് ചോദിക്കുമെന്നും അതിലേക്കൂടെ പോകുന്ന ആരെങ്കിലും ചുണ്ണാമ്പ് വേണമെന്ന് പറഞ്ഞ യക്ഷിയുടെ അടുത്തേക്ക് ചെല്ലുമെന്നും അവരെ യക്ഷി കടിച്ച് പൊട്ടിച്ച് ചവച്ച് തുപ്പി താഴെ ഇടുമെന്നുള്ളതായിരുന്നു ധാരണ. അതേ ഒരു ചെറിയ പാല കൂടെ ഇപ്പോൾ വീണ്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ധാരണ അനുസരിച്ച് രാവിലെ എഴുന്നേറ്റാൽ ആദ്യം ആരെങ്കിലും യക്ഷി ചവച്ച് തുപ്പിയിട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ആ എല്ലും തപ്പി പാലച്ചോട്ടിൽ പോയി നോക്കുമായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു ചെറുതല്ല, അത്യാവശ്യം വലിയൊരു കുളം ഉണ്ടായിരുന്നു. ആ കുളം പക്ഷേ ഇപ്പോൾ ആരും ഉപയോഗിക്കാതെ വന്ന് ആ കുളം വെട്ടാതെയൊക്കെയായി അതങ്ങ് മൂടിപ്പോയിട്ടുണ്ട്. മൂടിപ്പോയതല്ല, മൂടിക്കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വലിയ കപ്പൽ മാവും കൂടെ ഉണ്ടായിരുന്നു. ആ കപ്പൽ മാവും ഇപ്പോൾ ഇല്ല. ദേ കണ്ടോ, ഈ വലിയ മരങ്ങളുടെ ഇടയിലെ കൂടെ ആകാശം നോക്കിക്കേ, എന്ത് രസമാണ് കാണാനായിട്ട്. അപ്പോൾ ആ കപ്പൽ മാവിൽ ആയിരുന്നു ഇടയ്ക്ക്, അതായത് ചെറുപ്പക്കാലത്ത് എൻ്റെയും ആശയുടെയൊക്കെ മിക്കപ്പോഴും വാസം ആ കപ്പൽ മാവിലായിരുന്നു. അന്ന് രാമായണം ടി വിയിൽ കാണിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ രാമായണത്തിൻ്റെ എഫക്റ്റ് വെച്ചിട്ട് അതിൽ നമ്മുടെ ഹനുമാൻ മേലോട്ട് ചാടുമ്പോഴാണല്ലോ പറന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്കും പറ്റും എന്നുള്ള ആവേശത്തിൽ കപ്പൽ മാവിൻ്റെ ചില്ലയിൽ കയറി നിന്ന് മേലോട്ടൊരു ചാട്ടം ഉണ്ടായിരുന്നു. മേലോട്ടല്ല ചാടുന്നത്, ചാട്ടം ഉണ്ടായിരുന്നു. പറന്നു പോകുമെന്ന് വിചാരിച്ചാണ്, പക്ഷെ താഴേക്കാണ് വീഴുന്നത്. ഈ നടപ്പിലാണ് ഞാൻ കണ്ടുപിടിച്ചത് ഇവിടുത്തെയുള്ള കമ്മൽ പൂക്കളെ. ഈ കമ്മൽ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്, പക്ഷേ ഇത് മണ്ണിലെ വളമെല്ലാം വലിച്ചെടുക്കും. അതാണ് പറയുന്നത്, ഭംഗി മാത്രം കണ്ട് ഒരാളെയും ഒന്നിനെയും അളക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം. പക്ഷെ പൂക്കളല്ലേ, നല്ല ഭംഗിയല്ലേ കാണാൻ. ഈ നടപ്പിലാണ് ഞാൻ ഈ വയലറ്റ് പൂവിനെയും അതിൻ്റെ ഈ വെള്ളപ്പൂവിനെയും കണ്ടുപിടിച്ചത്. അപ്പോൾ ശരി, കാച്ചുലേറ്റാ.